പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ മുന്നിൽ സംജാതമായിരിക്കുന്നു. നമുക്കറിയാം, ധാരാളം അനന്ത സാധ്യതയുമായിട്ടാണ് ഓരോ വ്യക്തിയും ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്നത്. പലപ്പോഴും വിധി വൈപരീത്യം കൊണ്ട് പലപ്പോഴും മനുഷ്യൻ ഏതെല്ലോ കാരണത്താൽ തടവറയിലാകപ്പെട്ടു. എന്തോ നമുക്ക് ആരും ആഗ്രഹിച്ചിട്ടല്ല സംഭവിച്ചു പോകുന്നത്, ഏതോ കാരണത്താൽ. പക്ഷേ അവിടെ നിന്നും നമുക്ക് മോചനം നേടുവാൻ കഴിയുമെന്ന് തെളിയിച്ച ധാരാളം പേരുണ്ടായിട്ടുണ്ട്. അതിൽ മഹാനായ മഹർഷി അരവിന്ദ ഘോഷ് ജയിലിൽ നിന്നാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുന്നത്, ജയിൽ ചാടുവാൻ. അങ്ങനെ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പിടിക്കപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ തീവ്രമായ ആ ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹം ജയിൽ രക്ഷപ്പെട്ടു, ജയിൽ ചാടിയിട്ട് അദ്ദേഹം മഹാഋഷിയായി മാറി. അദ്ദേഹം പോണ്ടിച്ചേരി വലിയ ആശ്രമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം പേർ അവിടെ ധാരാളം കാര്യങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് അറോവിൽ. അതുപോലെ തന്നെ അവരുടെ കണ്ണാശുപത്രി, അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് ലോകോപകാരാർത്ഥം. ഇത് ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകളും അതിൻ്റെ അത്ഭുതങ്ങളുമാണ്. അങ്ങനെയാണ് നാസി തടവറയിൽ ഡോക്ടർ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നൊരു മഹാനായ ഡോക്ടർ പിടിക്കപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ലോകത്തിന് സമർപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രബന്ധം, വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം ഗവേഷണം ചെയ്ത പ്രബന്ധം സബ്മിറ്റ് ചെയ്യേണ്ട സമയത്താണ് അദ്ദേഹം പിടിക്കപ്പെടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സോടെ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരുന്നു, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. അതിനുവേണ്ടി അദ്ദേഹം എപ്പോഴും ഉത്സാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രബന്ധം പൊന്നുപോലെ സൂക്ഷിച്ചു അദ്ദേഹം. പക്ഷേ നഷ്ടപ്പെട്ടു പോയി ഏതോ ഒരു കാരണത്താൽ. വീണ്ടും അദ്ദേഹം ഓർമ്മയിൽ നിന്നും അവിടെയുള്ള കിട്ടുന്ന പത്രക്കടലാസിലൊക്കെ പേപ്പറിലൊക്കെ എഴുതിയിട്ട് വീണ്ടും അദ്ദേഹം ഇതെങ്ങനെയെങ്കിലും പുറമേ എത്തിക്കണം, അതിനുവേണ്ടി ജീവിച്ചിരുന്നേ പറ്റൂ എന്നുള്ള തീവ്രമായ അഭിലാഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരു കാരണത്താൽ അദ്ദേഹം നാസി തടവറയിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് 25 കിലോമീറ്റർ അദ്ദേഹം നഗ്നനായി ഓടിയെന്ന. കാരണം തീവ്രമായ അഭിലാഷം തനിക്ക് അവതരിപ്പിക്കാനുള്ള തൻ്റെ ഈ പ്രബന്ധവുമായി 25 കിലോമീറ്റർ ഓടി. അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെടുന്നതെന്ന് പറയും. നമുക്കറിയില്ല, ആ സമയത്ത് ധാരാളം പേർ മരണത്തിന് വിധേയരായിട്ടുണ്ട്. അവർ കുറ്റക്കാരായിട്ടല്ല, ഏതോ ഒരു കാരണത്താൽ, നമുക്കറിയാമല്ലോ. പക്ഷേ ഇങ്ങനെ തടവറയിലാകുമ്പോൾ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിജീവനം സാധ്യമാണെന്ന് തെളിയിച്ച എത്രയോ മഹാപുരുഷന്മാർ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തളരാൻ പാടില്ല. ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും വീണ്ടും നമുക്ക് ഈ ലോകത്തിൽ നമ്മളതായ ജന്മനിയോഗം സാക്ഷാത്കരിക്കാൻ ഇനിയും സമയമുണ്ട് എന്നുള്ള ആ ശുഭാപ്തി വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.